നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. 2026 ദുബായിൽ വമ്പൻ അവസരങ്ങൾ. ഏതുകാലത്തും ഗൾഫിൽ ജോലി എന്നത് മലയാളികളുടെ ഒരു സ്വപ്നമാണ്. ഈയിടെയായി അവസരങ്ങൾ കുറഞ്ഞത് കനത്ത തിരിച്ചടിയായിരുന്നു. മിക്ക ഗൾഫ് നാടുകളിലും സ്വദേശിവൽക്കരണം കൂടിയതോടെയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് അവസരം നഷ്ടമായത്. തൊഴിലന്വേഷകർക്കായി അവസരങ്ങളുടെ വാതിൽ ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ് UAE. ആരോഗ്യ സംരക്ഷണം, സാങ്കേതികവിദ്യ, അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയിൽ സർക്കാർ പങ്കാളിത്തം വിപുലീകരിക്കുന്നതിനാൽ അടുത്ത വർഷം ദുബായിലും UAE-യിലുടനീളവും പ്രവാസി പ്രൊഫഷണലുകൾക്ക് വലിയ അവസരങ്ങളാണ് വരാൻ പോകുന്നത്. മത്സരാധിഷ്ഠിത ശമ്പളം, ആകർഷകമായ ആനുകൂല്യങ്ങൾ, ശക്തമായ കരിയർ വളർച്ചാ സാധ്യത എന്നിവയുള്ള സ്ഥിരതയുള്ള ജോലിയാണ് UAE വാഗ്ദാനം ചെയ്യുന്നത്. നൈപുണ്യ വികസനത്തിലും ഉയർന്നുവരുന്ന വ്യവസായങ്ങളിലും പ്രധാന നിക്ഷേപങ്ങളുടെ പിന്തുണയോടെ ദുബായ് ആരോഗ്യ സംരക്ഷണം, സാങ്കേതികവിദ്യ, അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയിലെ അവസരങ്ങൾ ത്വരിതപ്പെടുത്തുന്നു. മിക്ക പ്രവാസികളും സ്വകാര്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും അവരുടെ സ്ഥിരത, മത്സരാധിഷ്ഠിത ശമ്പളം, മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ എന്നിവ കാരണം സർക്കാർ ജോലികൾക്ക് എപ്പോഴും വലിയ ഡിമാൻഡാണ്. UAE പൗരന്മാർക്ക് പലപ്പോഴും നിയമന മുൻഗണന ലഭിക്കുന്നുണ്ടെങ്കിലും ദുബായിലെ നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ ഇപ്പോൾ വൈദഗ്ധ്യമുള്ള പ്രവാസികളെയാണ് സ്വാഗതം ചെയ്യുന്നത്. 1.315 ബില്യൺ ദിർഹത്തിന്റെ ബജറ്റിൽ 7 പുതിയ സ്ഥാപനങ്ങളും പുനഃസംഘടനയും നടക്കുന്നതിനാൽ 2026 UAE ഫെഡറൽ ഒഴിവുകൾ 7842 ഉയരും. ദുബായിയുടെ ഔദ്യോഗിക ജോബ് പോർട്ടലായ ദുബായ് careers.ae എല്ലാ രാജ്യക്കാർക്കും തുറന്നിരിക്കുന്ന സർക്കാർ വകുപ്പുകളിലൂടെ നീളമുള്ള വിവിധ ഒഴിവുകളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചില തസ്തികകൾ പ്രതിമാസം 40,000 ദിർഹം വരെ ശമ്പളം വാഗ്ദാനം ചെയ്യുന്നവയുമാണ്. ഏതെല്ലാമാണെന്ന് നോക്കാം. ഹൗസിംഗ് സൂപ്പർവൈസർ, കമ്പനി ദുബായ് ഫൗണ്ടേഷൻ ഫോർ വുമൺ ആൻഡ് ചിൽഡ്രൻ. യോഗ്യത സെക്കൻഡറി സ്കൂൾ, മെഡിക്കൽ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി സേവനങ്ങളിൽ പരിചയം. വിഭാഗം സാമൂഹിക പരിചരണം. ശമ്പളം 10,000 ദിർഹം. സ്പെഷ്യലിസ്റ്റ് ഡിജിറ്റൽ സേവന വികസനം, കമ്പനി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി RTA. യോഗ്യതകൾ വരുന്നത് IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം. 5 വർഷത്തിൽ മുകളിലുള്ള പരിചയം ആവശ്യമാണ്. വിഭാഗം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ സേവനങ്ങൾ. ശമ്പളം വ്യക്തമാക്കിയിട്ടില്ല. എഞ്ചിനീയർ, ബസ് ഡിപ്പോകൾ RTA. യോഗ്യതകൾ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ ബിരുദം. വിഭാഗം അഡ്മിനിസ്ട്രേഷൻ. ശമ്പളം വ്യക്തമാക്കിയിട്ടില്ല. സീനിയർ സൈറ്റ് എഞ്ചിനീയർ, കമ്പനി മേഡ മീഡിയ. യോഗ്യതകൾ സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം. 5 മുതൽ 7 വർഷത്തെ പരിചയം. വിഭാഗം സിവിൽ എഞ്ചിനീയറിംഗ്. ശമ്പളം ദിർഹം 3,000 മുതൽ 1,40,000 വരെ. AV എഡിറ്റർ, കമ്പനി ദുബായ് ഗവൺമെൻറ് മീഡിയ ഓഫീസ്. യോഗ്യതകൾ ഫിലിം അല്ലെങ്കിൽ വീഡിയോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദമാണ്. 3 വർഷത്തിലധികം പരിചയമുള്ളത് നല്ലതാണ്. അഡോബ് അല്ലെങ്കിൽ ഫൈനൽ കട്ട് പ്രാവീണ്യം വേണം. വിഭാഗം മീഡിയയാണ്. ശമ്പളം 10,001 ദിർഹം മുതൽ 20,000 ദിർഹം വരെ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ EMT. യോഗ്യതകൾ പറയുന്നത് EMS ഡിപ്ലോമ അല്ലെങ്കിൽ നഴ്സിംഗ് ബിരുദം. DCAS ലൈസൻസ് ആവശ്യമാണ്. BLS ആൻഡ് ട്രോമ സർട്ടിഫിക്കേഷൻ. 2 മുതൽ 3 വർഷത്തെ പ്രസക്തമായ പരിചയം ആവശ്യമാണ്. വിഭാഗം എമർജൻസി മെഡിസിൻ. ശമ്പളം 10,000 ദിർഹം മുതൽ 20,000 ദിർഹം വരെ. സീനിയർ എഞ്ചിനീയർ, കമ്പനി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. യോഗ്യതകൾ മെക്കാനിക്കൽ, ഇൻഡസ്ട്രിയൽ, ഇലക്ട്രിക്കൽ, സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം. 2 മുതൽ 5 വർഷത്തെ പരിചയം ആവശ്യമാണ്. വിഭാഗം സിവിൽ എഞ്ചിനീയറിംഗ്. ശമ്പളം വ്യക്തമാക്കിയിട്ടില്ല. ചീഫ് സ്പെഷ്യലിസ്റ്റ് HR ബിസിനസ് അഫയേഴ്സ്. കമ്പനി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. യോഗ്യതകൾ ബിസിനസ് അല്ലെങ്കിൽ HR-ൽ ബാച്ചിലേഴ്സ് ബിരുദം. 11 വർഷത്തിലധികം പരിചയം അഭികാമ്യമാണ്. ശക്തമായ നേതൃത്വവും വിശകലന വൈദഗ്ധ്യവും ആവശ്യമാണ്. വിഭാഗം ഹ്യൂമൻ റിസോഴ്സ് ആണ്. ശമ്പളം വ്യക്തമാക്കിയിട്ടില്ല. സിസ്റ്റംസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, ഹൈപ്പീരിയൻ EPM. കമ്പനി ദുബായ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിനാൻസ്. യോഗ്യതകൾ IT അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങളിൽ ബാച്ചിലേഴ്സ് ബിരുദം. 8 വർഷത്തിലധികം വർഷത്തെ പരിചയം ആവശ്യമാണ്. മാസ്റ്റേഴ്സ് ഉള്ളവർക്ക് 4 വർഷത്തിൽ കൂടുതൽ പരിചയമുണ്ടെങ്കിലും മതി. വിഭാഗം IT ആണ്. ശമ്പളം 20,001 ദിർഹം മുതൽ 30,000 ദിർഹം വരെ. നിശ്ചിത യോഗ്യതയുള്ളവർ ഈ ഒഴിവുകളിലേക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കൂ. വിശദ വിവരങ്ങൾ കമ്പനി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാണാവുന്നതാണ്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.